ഇപ്പോൾ വേടൻ്റെ കേസുണ്ടായി, അതിനുശേഷം ഈ ബിന്ദുവിൻ്റെ കേസുണ്ടായി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി. സാക്ഷര കേരളം അതെല്ലാം ചർച്ച ചെയ്താണ്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലും വന്നൊരു തലക്കെട്ടായിരുന്നു മറ്റൊരു മധു ആവർത്തിക്കപ്പെടുകയാണോ എന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഏതാണെന്ന് മനസ്സിലാക്കണം. വയനാട്ടിലെ ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വലിയ വാർത്ത വരികയാണ്. ആ വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങളും അത്തരത്തിലുള്ള വാർത്ത നൽകിയതിന് ശേഷം ആ വാർത്തയുടെ പൂർണ്ണ രൂപമായുള്ള വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ കൃത്യമായി ആ യുവാവ് സ്വയമേ വിവസ്ത്രനാകുന്നതും അവിടെ നിന്ന് അസഭ്യം പറയുന്നതും ഞാൻ 2 കൊലക്കേസിൽ പ്രതിയാണ്, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പോലീസിനെയും നിയമ സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്നതും ഈ പിടിക്കാൻ വന്ന ആൾക്കാരെ കടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത്തരത്തിൽ അതിനുശേഷം ഈ സംഭവം വൈറലോടുകൂടി ഇത് വന്നതോടുകൂടി ആ പയ്യൻ തന്നെ വൈറ്റിൽ പറഞ്ഞത് ഞാൻ ഒരു ആദിവാസി ആയതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. ഒരിക്കലും അല്ല. ഇത് വേറെ ആരായിരുന്നെങ്കിലും ചെയ്യാമായിരുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് അവിടെ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീണ്ടും ആവർത്തിക്കുന്നതാണ്, ഇനി ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു കേസ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പോലെ അല്ലേ അതും എന്നുള്ളൊരു തോന്നൽ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാക്കും. അവിടെയാണ് നമ്മൾ ഇതിനെ കരുതലോടെ സമീപിക്കണമെന്ന് പറഞ്ഞത്. ഇത് ഒരു സത്യത്തെ തെറ്റായി. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ട്രൂത്ത് പീരീഡിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഡീപ് നമ്മൾ AI-യുടെ ഒക്കെ കാലമാണ്. അപ്പോൾ കാണുന്ന ഒരു ചിത്രമോ ദൃശ്യമോ പോലും അത് റിയൽ ആയിട്ടുള്ളതാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് നമ്മുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്ത് നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾക്കും ആ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകളുടെ സത്യാവസ്ഥ ആദ്യം വരുന്ന വാർത്തയായിരിക്കില്ല പിന്നീട്. ഈ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം വന്നത് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു കേസാണ്. അതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ പോലെ BJP നേതാവ് അല്ലെങ്കിൽ നടനായിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ഈ 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ ഒരു സെൻസേഷനായ വാർത്ത എന്ന് പറയുന്നത്. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ. അപ്പോൾ ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ ഇപ്പോൾ വയനാട്ടിലെ കേസ് ഞാനും അറിഞ്ഞിരുന്നു, എന്നെയും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ആദ്യത്തെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചപ്പം ഇതിലിങ്ങനെ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പിന്നീട് മനസ്സിലായി. പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോഴും ഇങ്ങനെ ഒരു വിഷയമുള്ളത്. പക്ഷെ അപ്പോൾ പോലും ഒരു കുഴപ്പമുണ്ട്. ഈ മോബ് ലിഞ്ചിങ് എന്ന് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഒരു നിയമം നടപ്പിലാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് ഇവിടെയും നടക്കുന്നുണ്ട്. ഇപ്പം ഈ 3 പെൺകുട്ടികളെ കള്ളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തട്ടഹസിക്കുന്ന ഒരു ആൾക്കൂട്ടമുണ്ട്. ഈ ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്ത് അവരെ അങ്ങനെ പറയുക ഇങ്ങനെ പറയുക എന്ന് പറയുന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല.